ഈവൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അതുകൊണ്ടാണല്ലോ അവർ PCM എന്ന് മാത്രം പറയുന്നത്, പ്രിലിംസ് കം മെയിൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവരെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എക്സാമിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് ക്ലിയർ ദ പ്രിലിംസ് ഓർ മെയിൻസിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മെയിൻസ് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ പ്രിലിംസ് പേഴ്സണാലിറ്റി ടെസ്റ്റിൽ അത്യാവശ്യം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നൊരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. ബട്ട് അതാണോ റിയാലിറ്റി? ഐ തിങ്ക് അതല്ല റിയാലിറ്റി. കാര്യം എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു റോള് പേഴ്സണാലിറ്റി ടെസ്റ്റിന് ആക്ച്വലി ഉണ്ട്. അത് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മീഷൻ, UPSC സിവിൽ സർവീസ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആക്ച്വലി ഈ ഒരു കാൻഡിഡേറ്റിനെ ആദ്യമായിട്ട് അളക്കാൻ പോകുന്നത്, അതായത് കാണാൻ പോകുന്നത്, അവരുടെ പേഴ്സണാലിറ്റി അറിയാൻ പോകുന്നത് ഈ ഒരു ടെസ്റ്റിലാണ്. അതുവരെ കുറെ സെറ്റ് ഓഫ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ മാർക്കിന് പിന്നിലുള്ള കാൻഡിഡേറ്റിനെ ശരിക്കും അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേജ് ആക്ച്വലി പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് തന്നെ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ വൺസ് ഈ ഒരു കാൻഡിഡേറ്റ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ തന്നെ UPSCക്ക് അറിയാം, കമ്മീഷൻ അറിയാം, ഇയാൾക്ക് ഓൾറെഡി ഫാക്ച്വൽ നോളജ് ഉണ്ട്, ഇയാൾക്ക് ഓൾറെഡി അനലിറ്റിക്കൽ നോളജ് ഉണ്ട്. സോ വേറെ എന്തോ ആണ് UPSC ഇവിടെ ഇനി അളക്കാൻ പോകുന്നത്. അതെന്തായിരിക്കും? അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സംതിങ്, അത് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം അയാളുടെ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്. ദെൻ ജഡ്ജിങ്ങിനുള്ള ഒരു ബാലൻസിങ്. നമ്മളെല്ലാവരും സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു കോമൺ ക്യാരക്ടറാണ്, നമ്മൾ ജഡ്ജ് ചെയ്യും. മനുഷ്യർ ജഡ്ജ് ചെയ്യും, സംഭവങ്ങൾ ജഡ്ജ് ചെയ്യും, എല്ലാം നമ്മൾ ജഡ്ജ് ചെയ്യും. പക്ഷെ ഒരു പബ്ലിക് സെർവൻറ്റ്, പബ്ലിക്കിനെ സെർവ് ചെയ്യുന്ന ഒരു ബ്യൂറോക്രാറ്റ് എങ്ങനെ ജഡ്ജ് ചെയ്യണം? സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്. അപ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് അവർ നോക്കുന്നുണ്ട്, ജഡ്ജ്മെന്റിന്റെ ഒരു ബാലൻസിങ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി, എങ്ങനെയാണ് ഒരു അണ്ടർ പ്രഷർ ഇയാൾ വർക്ക് ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി പേഴ്സണാലിറ്റി ടെസ്റ്റിൽ UPSC കമ്മീഷൻ ചെക്ക് ചെയ്യുന്നത് ഈ വ്യക്തി, ഈ കാൻഡിഡേറ്റ് ഒരു നോളജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ആണ്, അല്ലെങ്കിൽ ഒരു നോളജ് ബാഗേജ് ആണ്, അതിനുപരി ഇയാൾ പബ്ലിക് സെർവൻ്റ് ആകാൻ അല്ലെങ്കിൽ പബ്ലിക്കിനെ സെർവ് ചെയ്യാൻ കേപ്പബിൾ ആണോ?